റീസ്ട്രക്ചറിങ്, അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീസ്ട്രക്ചറിങ് എന്നുള്ളൊരു സംഭവം കൂടുതൽ ഉണ്ടാവും. ഇപ്പം ഞാൻ റീസ്ട്രക്ചറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല. ഇപ്പം നമ്മുടെ ലൈഫിലൊക്കെ പാസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ ഒന്നും കൂടി ബെറ്ററായി ചെയ്തിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന പല കാര്യങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പം അതിനൊക്കെ മറികടന്ന് നമുക്ക് ഒന്നുകൂടി ബെറ്ററായി ചെയ്യണമെന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്താണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ റീസ്ട്രക്ചറിങ്ങിൻ്റെ ഒരു ആവശ്യം വരാം. ഈ റീസ്ട്രക്ചറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ കാലത്ത് നമ്മൾ ചെയ്തു പോയ പല കാര്യങ്ങളും ഒന്നുകൂടി ബെറ്ററാക്കി ചെയ്യണമെന്ന് തോന്നുമ്പോഴുള്ള ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ലെവലിൽ നമ്മൾ ടേക്ക് ഓവർ ചെയ്യേണ്ട ഒരു സാധനമാണ് റീസ്ട്രക്ചറിങ് എന്നുള്ളത്. എൻ്റെ ഒരു കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഓണ്ടർപ്രണർഷിപ്പ് ജേർണിയിൽ എനിക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്. അറിയാത്തതുകൊണ്ടുള്ള മിസ്റ്റേക്കുകളാണ്. പിന്നെ ഞാൻ തന്നെ ചെയ്തിട്ട് പഠിക്കാന്നുള്ള ലെവലിലാണ് ഇത്രയും കാലം തോന്നുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തിനൊക്കെ എന്ത് ചെയ്യണം, എനിക്ക് ഇതൊന്ന് ഓവർകം ചെയ്തിട്ട് ഒന്നുകൂടി ബെറ്റർ ആക്കണം. ഈ മിസ്റ്റേക്കുകളുണ്ടല്ലോ അതിനൊന്ന് റീസ്ട്രക്ചർ ചെയ്തിട്ട് ഇവിടെ ഒന്നുകൂടി ബെറ്ററിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോയിൽ റീസ്ട്രക്ചറിങ് ഉള്ള സംഭവം ഉണ്ടാവും, റീസ്ട്രക്ചറിൻ്റെ പാർട്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ ഇൻ ബിറ്റ്വീൻ സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടാവും. ഞാനതിപ്പോൾ 21 എപ്പിസോഡാണ് എത്തി നിൽക്കുന്നത്. ഇനി 22 അങ്ങനെ പോകാണ്ട് ഇവിടെ വരെ എത്തുമെന്ന് അറിയില്ല. അപ്പോൾ അത് ഇതിൻ്റെ അടിയിലുണ്ടാവും. റീസ്ട്രക്ചറിങ്ങിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ലെവലിൽ ഒരു പുതിയൊരു സംഭവം ഓൺ ദ വേ. അത് എന്താണെന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ.